ഞാൻ നല്ല ഉദ്ദേശത്തിലാ പറഞ്ഞത്. നിങ്ങളുടെ ഉദ്ദേശവും ഉപദേശവും ഒക്കെ എന്തിനാണെന്ന് വളരെ കൃത്യമായിട്ട് എനിക്കറിയാം. ഇങ്ങോട്ടത് ചെലവാക്കാൻ നോക്കണ്ട. എന്റെ രാജുവിന്റെ നേരെ നടന്ന ഈ അറ്റാക്കിന്റെ പിന്നില് നിങ്ങളും നിങ്ങളുടെ മകനുമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ദേ, ചെയ്യാത്ത കുറ്റവാ നീയും നിന്റെ അമ്മയും കൂടി എന്റെ തലയെ കെട്ടിവെക്കുന്നേ. നിങ്ങൾ ചെയ്ത കുറ്റം തന്നെ അംബിക വർമ്മേ. ഇവരും ഇവരുടെ മകനും കൂടി വിട്ട ഗുണ്ടകളാ എന്റെ നേരെ അറ്റാക്കിന് വന്നത്. അതിലേ ഒരു സംശയവും വേണ്ട. രാജു എന്റെ ഭർത്താവാ. എന്റെ ഭർത്താവിനെ വേദനിപ്പിച്ചവരെ തിരിച്ച് വേദനിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും ഈ ഋതിക പാഴാക്കില്ല. എന്നെ കൂടുതലങ്ങ് വിറപ്പിക്കല്ലേടി. നിങ്ങളെ വിറയ്ക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ അംബിക. നിങ്ങളെ ഞാൻ പറത്തു. ബി പി കൂട്ടല്ലേ മാഡം, ചിലപ്പോ സ്ട്രോക്ക് ഉണ്ടാവും. ഇന്നലെ എന്റെ രാജുവിന്റെ നേരെ ഉയർന്നവരുടെ കൈകൾ പടപടാന്ന് ഒടിഞ്ഞത്. അതുപോലെ അമ്മായിയുടെയും മാനസിക രോഗിയായ ആ മകന്റെയും കൈ ഒടിയണ്ടെങ്കിലേ അടങ്ങി ഒതുങ്ങി നിന്നോണം. എന്നെ അടക്കി വെക്കാൻ മാത്രം നീ വളർന്നോടി. എന്താ സംശയം? നിങ്ങൾ പത്തി വിരിച്ചാടാൻ തുടങ്ങുമ്പോഴൊക്കെ ഞാൻ വന്ന് അടിച്ച് താഴെയിടും. എന്നിട്ടും നിങ്ങൾ പഠിക്കില്ല. വീണ്ടും വരും ഓരോ കെണികൾ ഒരുക്കി. എന്നെ എന്റെ രാജുവിനെ തമ്മിൽ അകറ്റാൻ നിങ്ങൾ പഠിച്ച പണിയെല്ലാം നോക്കി. നോ രക്ഷ. എത്ര അകറ്റാൻ നോക്കിയാലും ഞാനും എന്റെ രാജു ഇങ്ങനായിരിക്കും. ഇതാണ് ലവ്.